കർണാടകക്കാരനായ ഒരു ഉസ്താദ് ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കെ അള്ളാഹുവിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ്. വുളൂഇലായി ഖിബിലയ്ക്ക് തിരിഞ്ഞു നിന്ന് അള്ളാഹുവിന്റെ മഹോന്നതമായ വചനങ്ങൾ വിളിക്കുന്നതിന്റെ ഇടയിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹു ആകുന്ന റബ്ബിലുള്ള വിശ്വാസത്തെയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുള്ള വിശ്വാസത്തെയും ഒക്കെ ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ഒരു മനുഷ്യൻ. നമ്മുടെയൊക്കെ വാട്സപ്പിൽ ഇങ്ങനെ വന്നപ്പോ നമ്മളിങ്ങനെ തള്ളി നീക്കിവിട്ടു. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു മരണമല്ലേ? വുളൂഓടുകൂടിയുള്ള മരണം, ഖിബിലയ്ക്ക് മുന്നിട്ടുകൊണ്ടുള്ള മരണം, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് ഷഹാദത്ത് ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു മരണം. അതാഗ്രഹിക്കാത്ത ഏതെങ്കിലും ഒരാൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അതല്ലേ? ഖിബിലയ്ക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ഈമാനോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്ന രക്ഷിതാവിന്റെ മഹത്വത്തെ വാഴ്ത്തിപ്പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ അല്ലാഹുവിലേക്ക് മടങ്ങുന്ന ഒരു കാഴ്ച നമുക്കെല്ലാവർക്കും പഠിക്കാനുള്ള ഒരു കാഴ്ചയാണ്, നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാഴ്ചയാണ്. അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ഒരു സമയം, അത് ഈമാനോടുകൂടി മടങ്ങാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിലേക്ക് മടങ്ങുന്ന സമയം വുളൂഇലായി പുഞ്ചിരിച്ചുകൊണ്ട് മടങ്ങാനും ഷഹാദത്ത് ഉച്ചരിക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന മനുഷ്യനാണ്. ഒരുപാട് ചിന്തിക്കാനുള്ള ഒരു മരണമല്ലേ? ആ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ എത്രയോ തവണ അള്ളാഹുവിന്റെ നാമത്തെ വിളിച്ചു പറഞ്ഞ മനുഷ്യൻ. അതുപോലെ ആ ഉസ്താദ് എത്രയോ മൗലിദ് ചൊല്ലിയ മനുഷ്യനാണ്, എത്രയോ മദ്ഹ് ചൊല്ലിയ മനുഷ്യനാണ്, എത്രയോ സ്വലാത്ത് ചൊല്ലിയ മനുഷ്യനാണ്, എത്രയോ ഖൈറാത്തുകൾ ചെയ്ത മനുഷ്യനാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അദ്ദേഹം ചെയ്ത മാലയും മൗലിദും ദിക്റും സ്വലാത്തും അതിന്റെ മജ്ലിസും ഒക്കെ തെറ്റായിരുന്നുവെങ്കിൽ, മോശമായിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു മരണം അദ്ദേഹത്തിന് ലഭിക്കുമോ? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എത്രയോ സൗഭാഗ്യങ്ങളോടെ ഈമാനോടെ മരിച്ചു പോകുന്ന മുൻഗാമികളെ നമ്മൾ കാണുന്നു. ജീവിതത്തിൽ ഹബീബായ നബി തങ്ങളെ മേലെ സ്വലാത്തു ചൊല്ലി, മൗലിദ് ചൊല്ലി, ദിക്റു ചൊല്ലി, മാല ചൊല്ലി മുൻഗാമികൾ ജീവിച്ച മാർഗത്തിൽ ജീവിച്ചവർ എത്രയോ ഈമാനോടെ മടങ്ങിപ്പോകുന്നു. ആ ഈമാനിലൊക്കെ മോഡിഫിക്കേഷൻ വരുത്തി ഏതെങ്കിലും ഒരാൾ ഈമാനോടെ മരിച്ചൊരു കഥ നമ്മൾ കേട്ടിട്ടുണ്ടോ? അപ്പൊ ഈമാനോടുകൂടി മരിക്കണമെങ്കിൽ മുൻഗാമികളുടെ മാർഗം മുറുകെ പിടിച്ചു ജീവിക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ദിക്റും സ്വലാത്തുകളും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകളും മാലകളും മൗലിദുകളും ഒക്കെ ചൊല്ലിയ മനുഷ്യനാണ്. തൗഹീദിന്റെ മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് വുളൂഇലായി ഖിബിലയ്ക്ക് മുന്നിട്ടുകൊണ്ട് ഈ ലോകത്തുനിന്ന് വിട പറയുന്നത്. നമുക്കൊക്കെ മരണം ആ സമയം ഈമാൻ സലാമത്തായി കിട്ടണമെങ്കിൽ നമ്മുടെ വിശ്വാസം നന്നാകണം.